ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് അമൃത. വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ ശ്രദ്ധിക്കപ്പെട്ട താരം യൂട്യൂബ് ചാനലുകളും സജീവമാണ്. അമൃതയ്ക്കൊപ്പം ഭർത്താവായ പ്രശാന്തും ഇപ്പോൾ അഭിനയത്തിലും സോഷ്യൽ മീഡിയയും സജീവമാണ്. അമൃതയും പ്രശാന്തും ജീവിതത്തിൽ ഒരുമിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. വർഷങ്ങളായിട്ടുള്ള പരിചയത്തിനൊടുവിലാണ് അമൃതയും പ്രശാന്തും വിവാഹിതരായത്. നേരത്തെ അമൃതയെ പ്രപ്പോസ് ചെയ്തിരുന്നുവെങ്കിലും അത് താരം നിരസിക്കുകയായിരുന്നു. വിവാഹം ആലോചിച്ച് വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രപ്പോസലിനെ കുറിച്ച് അമൃത വീട്ടിൽ പറഞ്ഞത്. ഇതറിഞ്ഞതോടെ വീട്ടിലും അനുകൂല നടപടിയായി. വിവാഹശേഷമാണ് തങ്ങൾ ഇരുവരും പ്രണയിച്ചു തുടങ്ങിയെന്നും അമൃതയും പ്രശാന്തും മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നീലക്കുയിൽ സീരിയൽ ചെറിയൊരു വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട പ്രശാന്ത് ഇപ്പോൾ മിനി സ്ക്രീനിൽ സജീവമാണ്. താല്പര്യമില്ലാതെ അഭിനയ രംഗത്തേക്കെത്തിയതാണ് താനെന്ന് ഒരിക്കലും അമൃത പറഞ്ഞിട്ടുണ്ട്. +2 പഠിക്കുമ്പോഴാണ് ആദ്യമായി അമൃത സ്ക്രീനിലെത്തുന്നത്. നിരവധി സീരിയലുകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും ജനഹൃദയങ്ങൾ കീഴടക്കിയ താരമാണ് അമൃത. അമൃതയുടെ ഭർത്താവ് പ്രശാന്തും ഒരു നടനാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായ അമൃതയെ പ്രശാന്തും സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും നടത്തുന്നുണ്ട്. ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി സംവാദിക്കുകയാണ് ഇരുവരും. ഷൂട്ടിംഗ് തിരക്കുകൾ കാരണമാണ് ലൈവിൽ ഒന്നും വരാത്തതെന്നും വീഡിയോ ചെയ്യാതിരുന്നത്. ചേട്ടൻ്റെ പുതിയ സീരിയൽ വർക്ക് തുടങ്ങി. ടെലികാസ്റ്റ് ചെയ്യുന്ന തീയതി ഫിക്സ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പറയാം. എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കുറച്ച് പേർ അമൃതയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു, ചേച്ചി ഈ വണ്ണം ഒന്ന് കുറച്ചുകൂടെ, അതേക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ വീഡിയോസ് കുറച്ച് നാളായി കാണാത്തത് കൊണ്ട് കുറേ പേർ മെസ്സേജ് അയച്ചിരുന്നു. ഞങ്ങൾ വേർപിരിഞ്ഞു എന്നൊക്കെയാണ് കൂടുതൽ ആളുകളും ചോദിച്ചത്. വീഡിയോസ് കണ്ടില്ല എന്ന് കരുതി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് എനിക്കറിയില്ല. ഈ ഫ്ലാറ്റിലുള്ള ആളുകൾക്കൊക്കെ അറിയാൻ ഞങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ മെസ്സേജ് വന്നിരുന്നു, അമൃതയും പ്രശാന്തും വേർപിരിഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. കുറച്ച് വീഡിയോകളിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നില്ല എന്ന് കരുതി. ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തനിച്ച് കുറച്ച് വീഡിയോസ് ചെയ്തു നോക്കിയതാണ്. ഇനിയും കുറേ വീഡിയോസ് എടുത്തു വച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചല്ലേ എന്ന് ചോദിച്ച് കുറേ സംസാരം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല എന്നല്ല, സൗന്ദര്യ പെൺകങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, അല്ലാതെ ഒന്നുമില്ല. 2 സീരിയലുകൾ ചെയ്തതിന് ശേഷം ഞാൻ ഒരു 4 മാസം ഗ്യാപ്പ് എടുത്തിരുന്നു. അടുത്ത സീരിയലിൽ ഷൂട്ടിംഗ് തുടങ്ങി. അമൃതയുടെ 2014 കളഞ്ഞുപോയ ലൈസൻസ് ഇപ്പോൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതും ഒരു നല്ല വിശേഷമാണ്. ലൈസൻസ് ഉണ്ടെന്നേ ഉള്ളൂ, വണ്ടി ഓടിക്കാൻ അറിയില്ല. ഇനി ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ നിങ്ങളോട് ചാനലിലൂടെ മുടങ്ങാതെ പങ്കുവയ്ക്കും, അമൃതയും പ്രശാന്തും പറയുന്നു. ഗോസിപ്പിൻ്റെ പിറകെ ഞങ്ങൾ രണ്ടാളും പോകാറില്ല. ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് സംസാരിച്ച് വളച്ചൊടിക്കുന്ന ഗോസിപ്പുകളിലെ കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കാൻ നിൽക്കാറില്ല. നമ്മൾ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ, അതും മതിയെന്നാണ് അമൃതയും പ്രശാന്തും മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. താനും അമൃതയും ആദ്യമായി കാണുന്നത് കോമഡി സ്റ്റാറിൽ വച്ചായിരുന്നു. സീരിയലൊന്നും കണ്ടപ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ലെന്നാണ് പ്രശാന്ത് പറയുന്നത്. എന്നാൽ പ്രശാന്തിന് അന്ന് കാവ്യമാധവനോട് കാര്യസ്ഥനിൽ നായികയായി അഭിനയിച്ച അഖിലയോടുമായിരുന്നു ഇഷ്ടമെന്നാണ് അമൃത കളിയാക്കി പറയുന്നത്. അതെ, പക്ഷേ തനിക്ക് അവരോട് പറയാൻ പറ്റിയില്ല, അവരൊന്നും എന്നെ കണ്ടിട്ടില്ലെന്നും പ്രശാന്ത് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ സൂര്യ ചേച്ചിയും ഉണ്ടായിരുന്നു. ചേച്ചിയോട് ഞാൻ പറഞ്ഞു. ചേച്ചിയാണ് അമൃതയോട് പറഞ്ഞത്. പക്ഷേ അമൃത ജാടയിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. പിന്നെ ഞാൻ ദുബായിൽ പോയെന്നും പ്രശാന്ത് പറഞ്ഞു. പിന്നെ 1 വർഷം കഴിഞ്ഞ് അമൃത എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എന്നാൽ ഞാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞുവെന്നാണ് പ്രശാന്ത് പറഞ്ഞത്. പിന്നെയും കുറേ കഴിഞ്ഞ് കോവിഡ് വന്ന സമയത്താണ് വീണ്ടും ബന്ധപ്പെടുന്നത്. അപ്പോഴേക്കും ഞാൻ നാട്ടിൽ വന്നിരുന്നു എന്നാണ് പ്രശാന്ത് പറഞ്ഞത്. 1 വർഷത്തിന് ശേഷം തീരുമാനം മാറ്റാനുള്ള കാരണവും അമൃത പറയുന്നുണ്ട്. വീട്ടിൽ കല്യാണം ആലോചിച്ച് തുടങ്ങി. ഒത്തിരി പേര് കല്യാണ അഭ്യർത്ഥന നടത്തിയ ശേഷം നോ പറഞ്ഞാലും പിന്നെയും മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരാൾ പിന്നെ ശല്യം ചെയ്യാൻ വന്നതേയില്ല. അതാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അതിനാൽ നോക്കിയേക്കാം എന്ന് കരുതി അച്ഛനോട് പറയുകയായിരുന്നുവെന്ന് അമൃത പറഞ്ഞു. പിന്നീട് സെപ്റ്റംബർ 5 തീയതി ഓർമ്മയുണ്ട്. ദുരന്തം വരുന്നത് മറക്കില്ലല്ലോ. അമൃതയോട് ഞാൻ കല്യാണം എന്തെങ്കിലും ആയോ എന്ന് ചോദിച്ചു. ആയിട്ടില്ലെന്ന് അമൃത പറഞ്ഞു. എനിക്കും ആയിട്ടില്ല, എന്നാൽ നമ്മൾക്ക് ഒന്ന് ആലോചിച്ചാലോ എന്ന് ഞാൻ ചോദിച്ചു. പിന്നീട് സെപ്റ്റംബർ 7 തീയതി ഞാൻ അമൃതയെ കാണാൻ ചെന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെയാണ് വീട്ടിൽ അവതരിപ്പിച്ചതെന്ന് പ്രശാന്ത് പറയുന്നത്. എന്നാൽ നമ്മൾക്ക് ഒന്ന് ആലോചിച്ചാലോ എന്ന് ഞാൻ ചോദിച്ചു. പിന്നീട് സെപ്റ്റംബർ 7 തീയതി ഞാൻ അമൃതയെ കാണാൻ ചെന്നു.